അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈദ് നിഫാസിനെ കുറിച്ച് ധാരാളം വീഡിയോസുകൾ നാം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ കപ്പ് ഉപയോഗിക്കുന്ന സമയം ഹൈദ് കാലഘട്ടത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നമ്മുടെ നോമ്പ് ഒരു ബാത്തിലാകാൻ കാരണമാകും. കാരണം ഈ രക്തം പുറപ്പെടുക എന്നുള്ളത് ഹൈദ് നിഫാസിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ സമയത്ത് നോമ്പും ഹറാമാണല്ലോ. അല്ലാത്ത സമയത്തും ഇത് പുറപ്പെടും. ആ സമയത്ത് ഇത് ഉപയോഗിച്ചാലോ നോമ്പ് വരെ ബാത്തിലാകും. അതായത് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നു. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ രോഗരക്തം. ഇത് മിൻ അദ്ന റഹ്മി ഫി ഗൈരി ഔഖാത്തിൽ ഹൈദ് വൻ നിഫാസ്. ഹൈദ് നിഫാസിൻ്റെ സമയങ്ങളിലല്ലാത്ത സമയത്ത് ഗർഭാശയുടെ അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു രക്തമാണ്, രോഗരക്തമാണ്. അതുമോ ഇല്ലത്തെന്ന് പറയും. അദമു ഇല്ല എന്ന് പറഞ്ഞാൽ രോഗരക്തം എന്നാണ്. ഖാരിജു മിൻ അദ്ന റഹ്മി ഫി ഗൈരി ഔഖാത്തിൽ ഹൈദ് വൻ നിഫാസ് എന്ന് കിതാബിൽ കാണാം. ഇതുകൊണ്ട് വുളൂ മറിയും. തൻഖുദുൽ വുളൂ വല തൂജിബുൽ ഗുസ്ല. കുളിക്കേണ്ട ആവശ്യമില്ല, കുളി നിർബന്ധമാവുകയില്ല. കുളി നിർബന്ധമല്ലെങ്കിലും വുളൂ നിർബന്ധമാണ്. വുളൂ നിർബന്ധം മാത്രമല്ല, തജിബു അലൈഹ സ്വലാത്തു വസ്സൗം, അവൾക്ക് നിസ്കാരം നോമ്പ് എല്ലാം നിർബന്ധമാണ്. ഹൈദ് അല്ലാത്ത കാലഘട്ടത്തിൽ വരുന്ന രക്തം അത് ഇസ്തിഹാദത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ സഹോദരി ബാദ് ദുഖൂൽ വക്ത് അതായത് വക്ത് പ്രവേശിച്ചതിന് ശേഷം, സമയമായതിൻ്റെ ശേഷം തഗ്സീലുദ്ദമ, അവളുടെ ആ രക്തം കഴുകുക. എന്നിട്ട് ആ സ്ഥലത്ത് കുത്തുനിൻ അതായത് പഞ്ഞു പോലത്തത് വെച്ച് കെട്ടി നിസ്കരിക്കേണ്ടതാണ്. ഇത് റമദാൻ കാലഘട്ടത്തിലും ഇങ്ങനെ സംഭവിക്കും. ആ സമയത്ത് നോമ്പുകാരിയായിരിക്കും. ആ സമയത്ത് നാം ഇത്തരത്തിലുള്ള കപ്പുകൾ ഉപയോഗിച്ചാൽ അവരുടെ നോമ്പ് ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത സമയത്ത് ഹൈദ് കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പരിശുദ്ധമായ കാരണം ഈ ഇതുപോലത്തത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം രക്തം നിൽക്കാൻ വേണ്ടിയാണല്ലോ. പിടിച്ച് തുണി കൊണ്ട് കെട്ടാറുണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. അല്ലാത്ത ഹൈദ് കാലഘട്ടത്തിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അത് പരിശുദ്ധ ഇസ്ലാമിൽ അതിന് ഒരു വിലക്കുമില്ല, ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത കാലഘട്ടത്തിൽ കാരണം ജാഅത്ത് ഫാത്തിമ ബിൻത്ത് അബി ഹുബൈഷ് ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. ഫഖാലത്ത്, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നിമ്രഅത്തുൻ, ഞാനൊരു സ്ത്രീയാണ്, ഉസ്തഹാദു ഫല അത്ഹുറു, ഞാൻ ഈ ഇസ്തിഹാദത്തുള്ള രോഗരക്തം വരുന്നൊരു സ്ത്രീയാണ്. ഫലഹത്തുർ, ഞാൻ ശുദ്ധിയാവുകയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കാരം ഉപേക്ഷിക്കണോ? അഫ അദ്ഉ സ്വലാത്ത? ഫഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ, ഒരിക്കലും ഉപയോഗിക്കരുത്, നിസ്കാരം ഉപേക്ഷിക്കരുത്. ഇന്നമ ദാലിക ഇറഖുൻ, അതൊരു വേർപ്പാണ്. വലൈസ ബിഹൈദ്, അത് ഹൈദല്ല. ഫൈദ അഖ്ബലത്തിൽ ഹൈദുക ഫദ്ഇ സ്വലാത്ത, നിനക്ക് ഹൈദ് വന്നാൽ നിസ്കാരം ഉപേക്ഷിക്ക്. ഫൈദ അദ്ബർത ഫഗ്സിലി അൻകി ദമ സുമ്മ സ്വല്ലി, ആ സമയത്ത് രക്തം കഴുകി സുമ്മ സ്വല്ലി, പിന്നെ നിസ്കരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഈ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ റമദാൻ്റെ നോമ്പ് ബാത്തിലാകും, നിസ്കാരത്തിനൊക്കെ ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാത്ത ഹൈദ് കാലഘട്ടത്തിൽ നിസ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗത്തിന് വലിയ സൗകര്യമാണ് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമുള്ളതല്ല. അപ്പോൾ വളരെ നിർബന്ധമായി ഇത് പല സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില സഹോദരിമാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, പലർക്കും അറിയാം. അറിയാത്തവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്ന ഇൽമുകൾ അല്ലാഹു നാഫിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.